ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് സ്റ്റാഫ് നഴ്സസിന് മാത്രമായിട്ടുള്ളൊരു യൂട്യൂബ് ചാനലാണ്. എല്ലാവരും വീഡിയോസ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 74. ദ പ്രൈമറി ഡിഫറൻസ് ബിറ്റ്വീൻ ബിനൈൻ ആൻഡ് മാലിഗ്നന്റ് നിയോപ്ലാസം ഈസ് ദ ഡാഷ്. ബിനൈൻ നിയോപ്ലാസവും മാലിഗ്നന്റ് നിയോപ്ലാസവും തമ്മിലുള്ള പ്രൈമറി ഡിഫറൻസ് എന്തെന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ വരുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ടിഷ്യൂ ഇൻവേഴ്സീവ്നെസ്. ക്വസ്റ്റ്യൻ നമ്പർ 75. If the blood plasma has a higher osmolality than the fluid within a red blood cell, the mechanism involved in equalizing the fluid concentration is. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ബ്ലഡ് പ്ലാസ്മയ്ക്ക് റെഡ് ബ്ലഡ് സെൽസിലെ ഫ്ലൂയിഡിനെക്കാളും ഓസ്മോലാലിറ്റി കൂടുതലാകുന്നെങ്കിൽ ഫ്ലൂയിഡ് കോൺസെൻട്രേഷൻ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള മെക്കാനിസം എന്താണ്? കറക്റ്റ് ആൻസർ ഓസ്മോസിസ്. ക്വസ്റ്റ്യൻ നമ്പർ 76. Which of the following symptoms should be watched for in a patient receiving a loop diuretic? ലൂപ്പ് ഡയൂററ്റിക്സ് റിസീവ് ചെയ്യുന്ന ഒരു പേഷ്യൻറ്റിൽ ഏത് സിംറ്റമാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത്? ഓപ്ഷൻസ്: റെസ്റ്റ്ലെസ്നെസ് ആൻഡ് അജിറ്റേഷൻ, പാരാസ്തേഷ്യ, ഇൻക്രീസ്ഡ് ബ്ലഡ് പ്രഷർ, വീക്ക് ഇറഗുലർ പൾസ്. നമ്മൾ വീക്ക് ഇറഗുലർ പൾസാണ് കറക്റ്റ് ആൻസർ. Question number 77. Which of the following should be watched for in a patient who has just undergone a total thyroidectomy? ടോട്ടൽ തൈറോയിഡക്ടമിക്ക് വിധേയമായ ഒരു ക്ലയൻറ്റിൽ നമ്മൾ എന്ത് കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്? ഓപ്ഷൻസ്: വെയ്റ്റ് ഗെയിൻ, ഡിപ്രസ്ഡ് റിഫ്ലക്സ്, പോസിറ്റീവ് ചാവ്സ്റ്റെക് സൈൻ, പേഴ്സണാലിറ്റി ചേഞ്ച്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, പോസിറ്റീവ് ചാവ്സ്റ്റെക് സൈൻ. Question number 78. Which of the following surgical procedure involves removal of a body organ? റിമൂവൽ ഓഫ് എ ബോഡി ഓർഗൻ ചെയ്യുന്നതിനുള്ള സർജിക്കൽ പ്രൊസീജിയർ. ഓപ്ഷൻസ്: ട്രക്കിയോസ്റ്റമി, ലാപ്രോട്ടമി, മാമോപ്ലാസ്റ്റി, മാസ്റ്റെക്ടമി. റിമൂവൽ ഓഫ് ബോഡി ഓർഗൻ ആയിട്ടുള്ള പ്രൊസീജിയർ എന്ന് വെച്ചാൽ മാസ്റ്റെക്ടമിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 79. ദ കോസ് ഓഫ് ആർക്യൂസ് സെനിലിസ്. ആർക്യൂസ് സെനിലിസിൻ്റെ കോസ്. കറക്റ്റ് ആൻസർ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 80. വാട്ട് ഈസ് ദ കോസ് ഓഫ് പ്രസ്ബയോപ്പിയ? പ്രസ്ബയോപ്പിയയുടെ കോസസ്. കറക്റ്റ് ആൻസർ ഇൻഫ്ലെക്സിബിൾ ലെൻസ്. ലെൻസ് ഇൻഫ്ലെക്സിബിൾ ആകുന്ന അവസ്ഥ. ക്വസ്റ്റ്യൻ നമ്പർ 81. ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടെക്നിക് ടു അസസ് സ്കിൻ ഫോർ ടെമ്പറേച്ചർ ആൻഡ് മോയ്സ്ചർ ഈസ്. സ്കിന്ന് നമ്മൾ ടെമ്പറേച്ചറിനും മോയ്സ്ചറിനും വേണ്ടി അസസ് ചെയ്യാനുള്ള ബെസ്റ്റ് ടെക്നിക്ക് ഏതാണ്? കറക്റ്റ് ആൻസർ പാൽപേഷനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 82. കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് മെലാനിൻ പിഗ്മെൻറ്റ് ഇൻ പാച്ചി ഏരിയാസ് ഓൺ എ പേഷ്യൻസ് ഹാൻഡ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് വിറ്റിലിഗോ. മെലാനിൻ പിഗ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് പേഷ്യൻറ്റിൻ്റെ ഹാൻഡിൽ ആബ്സെൻ്റ് ആകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് വിറ്റിലിഗോ. ക്വസ്റ്റ്യൻ നമ്പർ 83. വാട്ട് ഇൻസ്ട്രക്ഷൻ വിൽ യു ഗീവ് ടു എ പേഷ്യൻറ്റ് ആഫ്റ്റർ എ കെമിക്കൽ പീൽ? കെമിക്കൽ പീലിന് ശേഷം നമ്മളൊരു ക്ലയൻറ്റിന് എന്ത് ഇൻസ്ട്രക്ഷൻ നൽകും? കറക്റ്റ് ആൻസർ അവോയ്ഡ് സൺ എക്സ്പോഷർ. ക്വസ്റ്റ്യൻ നമ്പർ 84. ചൈൽഡ്ഹുഡ് അറ്റോപിക് ഡെർമറ്റൈറ്റിസ് ഈസ് കോമൺലി സീൻ ഇൻ വിച്ച് ബോഡി ഏരിയ? കുഞ്ഞുങ്ങളിൽ അറ്റോപിക് ഡെർമാറ്റൈറ്റിസ് കോമൺലി ഏത് ഏരിയയിലാണ് കാണപ്പെടുന്നത്? കറക്റ്റ് ആൻസർ ആൻറ്റി ക്യൂബേറ്റൽ സ്പേസിൽ. ക്വസ്റ്റ്യൻ നമ്പർ 85. വിച്ച് ഓഫ് ദ ഫോളോയിങ് പാരാമീറ്റർ ഈസ് കോമൺലി യൂസ്ഡ് ടു അസസ് അഡിക്വസി ഓഫ് ഫ്ലൂയിഡ് റീപ്ലേസ്മെൻറ്റ് ഇൻ എ പേഷ്യൻറ്റ് വിത്ത് ബേൺ? ഒരു ബേൺ പേഷ്യൻറ്റിൽ ഫ്ലൂയിഡ് ഇൻടേക്ക് അല്ലെങ്കിൽ ഫ്ലൂയിഡ് റീപ്ലേസ്മെൻറ്റ് അഡിക്വേറ്റ് ആണോ എന്ന് അസസ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ്, ഏറ്റവും അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് യൂറിൻ ഔട്ട്പുട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 86. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഏർലിയസ്റ്റ് മാനിഫെസ്റ്റേഷൻ ഓഫ് ഇനാഡിക്വേറ്റ് ഓക്സിജനേഷൻ? ഇനാഡിക്വേറ്റ് ഓക്സിജനേഷന് വേണ്ടിയുള്ള ഏറ്റവും തുടക്കത്തിലേ ഉള്ള ഒരു കണ്ടെത്തലാണ്. ഓപ്ഷൻസ്: ഡയാഫോറസിസ്, സയനോസിസ്, റെസ്റ്റ്ലെസ്നെസ്, ഹൈപ്പോടെൻഷൻ.
ഇപ്പോൾ റെസ്റ്റ്ലെസ്നെസ് വരികയാണെങ്കിൽ ഒരു ക്ലയൻറ്റിന് നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ചാൽ ഇനാഡിക്വേറ്റ് ഓക്സിജനേഷനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 87. എ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ വിച്ച് ഇൻവോൾവ്സ് റിമൂവൽ ഓഫ് പ്ലൂറൽ ഫ്ലൂയിഡ് ഫോർ അനലൈസിസ്. പ്ലൂറൽ ഫ്ലൂയിഡ് റിമൂവ് ചെയ്യുന്നത് അനലൈസിസിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറിന് വേണ്ടി പ്ലൂറൽ ഫ്ലൂയിഡ് റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിന് പറയുന്നതാണ് തൊറാക്കോസെൻറ്റസിസ്. Question number 88. Which of the following helps to identify flail chest in a patient with chest trauma? ചെസ്റ്റ് ട്രോമയുള്ള ഒരു ക്ലയൻറ്റിൽ ഫ്ലെയിൽ ചെസ്റ്റ് ഉണ്ടോ എന്ന് നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? ഓപ്ഷൻസ്: മൾട്ടിപ്പിൾ റിബ് ഫ്രാക്ചർ സീൻ ഇൻ എക്സ്റേ, ഡിക്രീസ്ഡ് മൂവ്മെൻറ്റ് ഓഫ് ചെസ്റ്റ് വാൾ, ട്രക്കിയൽ ഡീവിയേഷൻ, പാരഡോക്സിക് ചെസ്റ്റ് മൂവ്മെൻറ്റ് ഡ്യൂറിങ് റെസ്പിറേഷൻ. കറക്റ്റ് ആൻസർ പാരഡോക്സിക് ചെസ്റ്റ് മൂവ്മെൻറ്റ് ഡ്യൂറിങ് ദ റെസ്പിറേഷൻ. Question number 89. Which of the following is an intervention for a patient with chronic obstructive pulmonary disease? Correct answer pursed lip breathing. COPD chronic obstructive pulmonary disease ഉള്ള ഒരാളിൽ മെയിൻലി കാണപ്പെടുന്ന ഒരു ഇൻ്റർവെൻഷൻ ഏതാണ്? pursed lip breathing ആണ്. Question number 90. Which of the following is a normal finding obtained during a lymph node palpation? ലിംബ് നോഡ് പാൽപേഷനിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു നോർമൽ ഫൈൻഡിങ് ഏതാണ്? ഓപ്ഷൻസ്: ഹാർഡ് ഫിക്സ്ഡ് നോഡ്, ഫേം മൊബൈൽ നോഡ്, എൻലാർജ്ഡ് ടെൻഡർ നോഡ്സ്, ഹാർഡ് നോൺ ടെൻഡർ നോഡ്സ്. കറക്റ്റ് ആൻസർ ഫേം മൊബൈൽ നോഡ്സ്. Question number 91. Which is the most common type of leukemia seen in older adults? ഓൾഡർ അഡൾട്ട്സിൽ കാണപ്പെടുന്ന മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ലുക്കീമിയ ഏതാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 92. ദ ബ്ലഡ് വെസൽ ദാറ്റ് ബ്രിങ്സ് ബ്ലഡ് ടു ദ റൈറ്റ് ഏട്രിയം. റൈറ്റ് ഏട്രിയത്തിൽ ബ്ലഡ് കൊണ്ടുവരുന്ന ബ്ലഡ് വെസൽ ഏത്? കറക്റ്റ് ആൻസർ ഇൻഫീരിയർ വീന കാവ. ക്വസ്റ്റ്യൻ നമ്പർ 93. വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ ഈസ് കോസ്ഡ് ബൈ എലിവേറ്റഡ് ഇൻട്രാഓക്യുലർ പ്രഷർ? എലിവേറ്റഡ് ഇൻട്രാഓക്യുലർ പ്രഷർ എലിവേറ്റ് ആകാനുള്ള കോസ് ഏത്? ഓപ്ഷൻസ്: ഗ്ലൂക്കോമ, കാറ്ററാക്ട്, സ്ട്രാബിസ്മസ്, മയോപ്പിയ. കറക്റ്റ് ആൻസർ ഗ്ലൂക്കോമ. ക്വസ്റ്റ്യൻ നമ്പർ 94. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് കോമൺ പാത്തോളജിക് ഫൈൻഡിങ്സ് ഇൻ ഇൻഡിവിജ്വൽസ് അറ്റ് റിസ്ക് ഫോർ സഡൻ കാർഡിയാക് ഡെത്ത്? സഡൻ കാർഡിയാക് ഡെത്തിന് റിസ്ക് ആയിട്ടുള്ള ക്ലയൻസിൽ കാണപ്പെടുന്ന പാത്തോളജിക് ഫൈൻഡിങ്സ് ഏതാണ്? കോമൺ ആയിട്ടുള്ള പാത്തോളജിക് ഫൈൻഡിങ്സ് ഏതാണ്? ഓപ്ഷൻസ്: അയോർട്ടിക് വാൾവ് ഡിസീസ്, മിട്രൽ വാൾവ് ഡിസീസ്, ലെഫ്റ്റ് വെൻട്രിക്കുലർ ഡിസ്ഫങ്ഷൻ, അതിരോസ്ക്ലെറോട്ടിക് ഹാർട്ട് ഡിസീസ്. കറക്റ്റ് ആൻസർ വരുന്നത് അതിരോസ്ക്ലെറോട്ടിക് ഹാർട്ട് ഡിസീസ്. ക്വസ്റ്റ്യൻ നമ്പർ 95. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അബ്സല്യൂട്ട് കോൺട്രാ ഇൻഡിക്കേഷൻ ഫോർ ദ യൂസ് ഓഫ് ഫൈബ്രിനോലിറ്റിക് തെറാപ്പി? ഫൈബ്രിനോലിറ്റിക് തെറാപ്പി നടത്താൻ പാടില്ലാത്ത ഒരു കോൺട്രാ ഇൻഡിക്കേഷൻ ഏതാണ്? ഓപ്ഷൻസ്: കറണ്ട് യൂസ് ഓഫ് ആൻറ്റികോയാഗുലൻസ്, സിവിയർ ലിവർ ഡിസീസ്, സസപ്റ്റഡ് അയോട്ടിക് ഡിസക്ഷൻ, ആക്റ്റീവ് പെപ്റ്റിക് അൾസർ. കറക്റ്റ് ആൻസർ വരുന്നത് സസ്പെക്റ്റഡ് അയോട്ടിക് ഡിസക്ഷനിൽ നമ്മൾ ഫൈബ്രിനോലിറ്റിക് തെറാപ്പി കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 96. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ്സ് പ്രൊവൈഡ് റിലീഫ് ഓഫ് ആങ്സൈറ്റി ആൻഡ് ഡിക്രീസസ് ബോത്ത് പ്രീലോഡ് ആൻഡ് ആഫ്റ്റർ ലോഡ്? പ്രീലോഡും ആഫ്റ്റർ ലോഡും ഡിക്രീസ് ചെയ്യുകയും ആങ്സൈറ്റി റിലീവ് ചെയ്യുകയും ചെയ്യുന്ന ഡ്രഗ് ഏതാണ്? ഓപ്ഷൻസ്: അംബ്രിനോൺ, മോർഫിൻ സൾഫേറ്റ്, ഫ്രോസമൈഡ്, ഡൊബ്യൂട്ടാമിൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി മോർഫിൻ സൾഫേറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 97. ഇൻ എ നോർമൽ സൈനസ് റിതം ദ മെഷർമെൻറ്റ് ഓഫ് ആൻ ST സെഗ്മെൻറ്റ് ഈസ് ഡാഷ്. നോർമലായിട്ടുള്ളൊരു സൈനസ് റിതത്തിൽ ST സെഗ്മെൻറ്റ് എത്രയാണ്? കറക്റ്റ് ആൻസർ 0.12 സെക്കൻഡ്. ക്വസ്റ്റ്യൻ നമ്പർ 98. ദ ECG മോണിറ്റർ ഓഫ് എ പേഷ്യൻറ്റ് അഡ്മിറ്റഡ് വിത്ത് മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഷോസ് വെൻട്രിക്കുലർ ബൈജെമിനി. വാട്ട് ഈസ് ദ നഴ്സസ് റെസ്പോൺസിബിലിറ്റി ഇൻ ദിസ് സിറ്റുവേഷൻ? കറക്റ്റ് ആൻസർ അസസ് ദ പേഷ്യൻസ് റെസ്പോൺസ്. ക്വസ്റ്റ്യൻ നമ്പർ 99. വാട്ട് ഈസ് ദ യൂഷ്വൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് റെനോൾഡ്സ് ഫിനോമിന? റെനോൾഡ്സ് ഫിനോമിനയുടെ യൂഷ്വൽ ട്രീറ്റ്മെൻറ്റ് ഏതാണ്? കറക്റ്റ് ആൻസർ കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 100. എ പേഷ്യൻ്റ് ഈസ് അഡ്മിറ്റഡ് വിത്ത് എ ഡയഗ്നോസിസ് ഓഫ് ഡയേറിയ വിത്ത് ഡീഹൈഡ്രേഷൻ. ഒരു ക്ലയൻറ്റ് ഡയേറിയയും ഡീഹൈഡ്രേഷനായിട്ട് ഡയഗ്നോസ് ചെയ്ത് അഡ്മിറ്റായി. വാട്ട് കുഡ് ബി ദ കോസ് ഓഫ് ഇൻക്രീസ്ഡ് പെരിസ്റ്റാൾസിസ്
റിസൾട്ടിങ് ഇൻ ഡയേറിയ. പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് ഇൻക്രീസായി ഡയേറിയ ആകാനുള്ള റീസൺ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ വരുന്നത് പാരാസിമ്പതറ്റിക് സ്റ്റിമുലേഷൻ കാരണമാണ് ഡയേറിയ ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു.